എടീ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെയാണ് കീസ്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഇതിൽ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ഇതാണ് ഷാഫ്റ്റ് എന്ന് വിചാരിക്കുക. പിന്നെ ഈ ഷാഫ്റ്റിൽ നിന്ന് പവർ നമുക്കൊരു വേറൊരു ഇങ്ങനെ പോകുന്നുണ്ട് ഷാഫ്റ്റ്. അതുപോലെ വേറൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു എലിമെൻറ്റിലേക്ക് നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം. പവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ റൊട്ടേറ്റിംഗ് എലിമെൻറ്റിൽ നിന്ന് ഈ റൊട്ടേറ്റിംഗ് എലിമെൻറ്റിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണം. ഈ പാർട്ടിനെയാണ് നമ്മൾ ഹബ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടിൻ്റെയും ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ കീ എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ കീ എന്ന് പറയുക. ഈ സംഭവത്തിനെയാണ് നമ്മൾ കീ എന്ന് പറയുക. ഇനി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷാഫ്റ്റിൽ നമ്മളിങ്ങനെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഹബിലും നമ്മളിങ്ങനെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഷാഫ്റ്റിൽ ഇങ്ങനൊരു കട്ടിങ് പ്രൊവൈഡ് ചെയ്യും. ഈ കട്ടിങ്ങിനെയാണ് നമ്മൾ കീവേ എന്ന് പറയുന്നത്. ആ സ്ലോട്ടിനെയാണ് നമ്മൾ കീവേ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹബിലും ഈ ഭാഗത്ത് നമ്മളൊരു കട്ടിങ് പ്രൊവൈഡ് ചെയ്യും. ആ സ്ലോട്ടിനെയാണ് നമ്മൾ കീവേ എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ കീവേ എന്ന് പറയും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കീ വെക്കണത്. ഇത് രണ്ടിനെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനാണ് നമ്മൾ കീ എന്ന് പറയുക. ഇനി കീ തന്നെ നമുക്ക് ഒരു 5 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെയാണ് സംഖ്യ കീ, രണ്ടാമത്തെയാണ് സാഡിൽ കീ, മൂന്നാമത്തെയാണ് ടാൻജൻറ്റ് കീ, അഞ്ചാമത്തെയാണ് സർക്കുലർ കീ, ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തെയാണ് സ്പ്ലൈൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ സംഖ്യ കീ ആണ്. ഈ സംഖ്യ കീ നമ്മൾ വീണ്ടും കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് റെക്റ്റാങ്കുലർ കീ, രണ്ടാമത്തെയാണ് സ്ക്വയർ കീ, മൂന്നാമത്തെയാണ് പാരലൽ കീ, നാലാമത്തെയാണ് ഫെദർ കീ, പിന്നെ അഞ്ചാമത്തെയാണ് വുഡ്രഫ് കീ. മനസ്സിലായോ? പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ആറാമത്തെയാണ് ഗിബ് ഹെഡ് കീ. ഇത്രയാണ് കീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ സംഖ്യ കീ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. സംഖ്യ കീ ആദ്യത്തെയാണ് സംഖ്യ കീ. ഈ സംഖ്യ കീയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ ഒരു ഷാഫ്റ്റും മുകളിലൊരു ഹബ്ബും ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ കീ. അപ്പോൾ ഈ കീയുടെ പാതി നമ്മുടെ ഷാഫ്റ്റിലും പാതി ഹബിലും ആയിരിക്കും ഇരിക്കുക. അതിന് അങ്ങനത്തെ കീനെയാണ് നമ്മൾ സംഖ്യ കീ എന്ന് പറയുക. അപ്പോൾ പാതി ഷാഫ്റ്റിലും പാതി ഹബിലും ആയിരിക്കും ഇരിക്കുക കീയുടെ. ഇത് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രിക്ഷൻ വഴിയല്ല. കാരണം പാതി ഇതിലും പാതി ഇതിലും ഇരിക്കുന്നതിന് ഫ്രിക്ഷൻ ഉണ്ടാവില്ല എൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇതിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണത്. പിന്നെ ഹൈ ഡ്യൂട്ടി ആപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ സംഖ്യ കീ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച സ്ക്വയർ കീ. സ്ക്വയർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കീ. ഈ കീയുടെ നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, റെക്റ്റാങ്കുലർ കീയുടെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ അടിക്കുക. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡയാമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. നോക്കട്ടാ,
ആ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 4 ഈക്വൽ ആയിരിക്കും. അതുപോലെ തിക്നെസ്സാണിത്. ഇത് വിഡ്ത്തും ഇത് തിക്നെസ്സാണ്. തിക്നെസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 6 ഈക്വൽ ആയിരിക്കും. അങ്ങനത്തെ കീനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ കീ എന്ന് പറയുന്നത്. ഈ കീയുടെ മുകളിൽ നമ്മളൊരു ടാപ്പറിങ് കൊടുക്കും. ഈ ടാപ്പറിങ് 1/100 ആയിരിക്കും. അതാണ് റെക്റ്റാങ്കുലർ കീ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത സ്ക്വയർ കീ ആവുമ്പോൾ ഈ വിഡ്ത്തും തിക്നെസ്സും ഈക്വൽ ആവും. വിഡ്ത്ത് ഈക്വൽ ടു തിക്നെസ് ആയിരിക്കും. റെസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും. D/4 ഈക്വൽ ആയിരിക്കും. ഇനി പാരലൽ കീ. പാരലൽ കീ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കുലർ കീയും സ്ക്വയർ കീയും പോലെ തന്നെയാണ്. പക്ഷേ ഈ രണ്ടെണ്ണത്തിൻ്റെയും മുകളിലൊരു ടാപ്പറിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അത് ഈ സ്ക്വയർ കീയിൽ നമ്മൾ കൊടുക്കില്ല. സ്ക്വയർ കീയിൽ ഈ താഴത്തും മുകളിലും ഇവിടെയും ടാപ്പറിങ് ഇല്ലാണ്ട് പാരലായിട്ടായിരിക്കും പോവുക. അതിനാണ് നമ്മൾ പാരലൽ കീ എന്ന് പറയുക. ഇനി അടുത്തതാണ് ഫെദർ കീ. ഫെദർ കീ എന്ന് പറഞ്ഞാൽ ഫെദർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത് ഇങ്ങനെയാണ് കാണിച്ചേക്കണത് ഫിഗറിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആക്സിയൽ മൂവ്മെൻറ്റും കൂടി പ്രൊവൈഡ് ചെയ്യും. ടോർക്കും ആക്സിയൽ മൂവ്മെൻറ്റും ഒരുമിച്ച് പോകുന്ന ഒരു കീയാണ് ഫെദർ കീ. അടുത്താണ് വുഡ്റഫ് കീ. വുഡ്റഫ് കീ ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു ഹെമിസ്ഫിയർ അല്ല, ഒരു സെമി സർക്കിളിൻ്റെ ഒരു പാതി, അങ്ങനെ ഒരു കീനെയാണ് വുഡ്റഫ് കീ എന്ന് പറയുന്നത്. ഈ വുഡ്റഫ് കീയുടെ ഈ താഴത്തെ ഭാഗം നമ്മുടെ ഷാഫ്റ്റിലായിരിക്കും ഇരിക്കുക. മുകളിലത്തെ ഫ്ലാറ്റ് ഭാഗമാണ് നമ്മുടെ ഹബിലേക്ക് ഇരിക്കുക. അതാണ് വുഡ്റഫ് കീ എന്ന് പറയുന്നത്. ഈ ഗിബ് ഹെഡ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റാങ്കുലർ കീ ഇല്ലേ, അതുപോലത്തെ ക്രോസ് സെക്ഷൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു സംഭവം എന്തോ കൊടുക്കും. ഇതെന്തിനാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ കീ പെട്ടെന്ന് എടുത്ത് വലിച്ച് ഊരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കീ കൊടുക്കണം. അതിനാണ് നമ്മൾ ഗിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. അതാണ് സംഖ്യ കീയിൽ വരുന്ന എല്ലാ ക്ലാസിഫിക്കേഷനും. അപ്പോൾ സംഖ്യ എനിക്ക് മനസ്സിലായില്ലേ? ഇനി സംഖ്യ കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് സാഡിൽ കീ. സാഡിൽ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ സംഖ്യയിൽ ആദ്യം പറഞ്ഞു പാതി ഷാഫ്റ്റിലും പാതി ഹബിലും ഇരിക്കുക. സാഡിൽ കീയിൽ അങ്ങനെയല്ല വരാം. ഇതിപ്പോൾ ഒരു ഷാഫ്റ്റാന്ന് വിചാരിച്ചോ, ഒരു ഹബ്ബാന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ പാരലായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. എന്ന് വെച്ചാൽ ഈ സ്ലോട്ട് ഉണ്ടാക്കണത് ഹബിൽ മാത്രം സ്ലോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് കീനെ ഇറക്കി വയ്ക്കുക. ഷാഫ്റ്റിലേക്ക് ഒരു സ്ലോട്ടും ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഡ്യൂട്ടിക്കും സാഡിൽ കീ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷൻ അവിടെയും, പിന്നെ രണ്ടാമത് നമ്മളത് ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രമേ സ്ലോട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ തന്നെ ഫ്രിക്ഷൻ വഴിയാണ് ഇതിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് സംഖ്യയിൽ പറഞ്ഞു ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ഫ്രിക്ഷൻ വഴിയല്ല. കാരണം പാതി ഹബിലും പാതി ഷാഫ്റ്റിലും ഇരിക്കുന്നതിനും ഫ്രിക്ഷൻ വഴിയല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ സാഡിൽ കീൻ്റെ കേസിൽ സ്ലോട്ട് ഉണ്ടാക്കിയേക്കുന്ന കാരണം ഫ്രിക്ഷനും ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. സംഖ്യ ഹൈ ഡ്യൂട്ടി ആപ്ലിക്കേഷനും ഫ്രിക്ഷൻ വഴിയല്ല പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹാഫ് ഹബിലും ഹാഫ് ഷാഫ്റ്റിലായിരിക്കും ഇരിക്കുക. അതാണ് നമ്മുടെ സാഡിൽ കീ എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ സാഡിൽ കീ എന്താണെന്ന്? ഇത്രയാണ് സാഡിൽ കീയിൽ പറയണത്. ഇനി സാഡിൽ കീ തന്നെ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റും ഉണ്ട്, ഹോളോയും ഉണ്ട്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും താഴത്തെ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. താഴത്തെ ഭാഗമല്ല, രണ്ടിൻ്റെയും മുകളിലത്തെ ഭാഗം ഫ്ലാറ്റും ആയിരിക്കും, ടേപ്പറിങ്ങും ഉണ്ടാവും. ഈ 1/100 എന്ന് പറയുന്നത് ഒരു ടേപ്പറിങ് ഉണ്ടാവും ഇവിടെ.
ഇതിൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലാറ്റ് ആയിരിക്കും, എന്നിട്ട് ഷാഫ്റ്റിന് പാരലായിട്ട് ഇങ്ങനെ പോകും. ഇനി ഹോളോയിൽ ഇവിടെ ഒരു സെമി സർക്കുലറായിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹോളോ എന്ന് പറയുന്നത്. ഇതാണ് സാഡിൽ കീയിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കീ ആണ് ഞാൻ പറഞ്ഞത് ടാൻജൻറ്റ് കീ. ഇനി ടാൻജൻറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിന് ഇങ്ങനെ ഒരു പെയറായിട്ട് നമ്മൾ കീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അറ്റ് റൈറ്റ് ആംഗിളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടാൻജൻറ്റ് കീസ് എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ നിന്ന് വരുന്ന ടോർക്കും ഇവിടെ നിന്ന് വരുന്ന ടോർക്കും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നിന്ന് വരുന്ന ടോർക്ക് അതിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് റൗണ്ട് കീ. ഇത് പിന്നെ ഹെവി ഡ്യൂട്ടിക്കാണ് കേട്ടോ. ഇതും ഹെവി ഡ്യൂട്ടിക്കാണ്. ഇത് ലോ ഡ്യൂട്ടിക്കാണ്, ലൈറ്റ് ഡ്യൂട്ടിക്കാണ്. ഇത് ഹെവി ഡ്യൂട്ടിക്കാണ് കേട്ടോ. പിന്നെ അടുത്താണ് സർക്കുലർ കീ. സർക്കുലർ കീയുടെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ സർക്കുലറായിട്ടാണ് ഇരിക്കുക. ഒരൊറ്റ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇങ്ങനെ ഉണ്ടാവില്ല. ഒരൊറ്റ സർക്കുലറായിട്ടായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇരിക്കുക. അതിനെയാണ് നമ്മൾ റൗണ്ട് കീ എന്ന് പറയുക. ഇത് ലോ പവർ ഡ്രൈവിനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് സ്പ്ലൈൻ. സ്പ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കില്ലേ, ഈ ഷാഫ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് കാസ്റ്റ് ചെയ്യും കീ. ഇങ്ങനെ ഇങ്ങനെ പോവും, ഇങ്ങനെ ഇങ്ങനെ ഷാഫ്റ്റിൻ്റെ ഒപ്പം തന്നെ പോവും. അങ്ങനെ ഇങ്ങനെ പോവും, ഇങ്ങനെ ഒരു ഇതിങ്ങനെ കീ ഇങ്ങനെ പോവും. അതിനൊപ്പം ഇങ്ങനെ ഷാഫ്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ കീ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഒരുമിച്ച് ഇൻ്റഗ്രൽ പാർട്ടായിട്ട് ഒരുമിച്ച് കാസ്റ്റ് ചെയ്തെടുക്കണതിനെയാണ് നമ്മൾ സ്പ്ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ കീയുടെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് കീ എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യും, കീ ഫെയിലിയർ ചെയ്യാനുള്ള കേസസ് ആണ് പിന്നെ പഠിക്കുന്നത്. 2 തരത്തിലാണ് കീ ഫെയിൽ ചെയ്യുക. ഒന്ന് സ്ലൈഡിങ് വഴിയും പിന്നെ ഒന്ന് ക്രഷിങ് വഴി. ഇതിപ്പോൾ ഒരു കീ ആണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ പോവാൻ കേട്ടോ കീ. ഇതിപ്പോൾ ഒരു കീ ആണ്. ഈ കീയുടെ ഇങ്ങനെ ഇങ്ങനെ ഈ സർഫസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് ഈ ഭാഗത്ത് ഇങ്ങനെ ഫെയിലിയർ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ലൈഡിങ് ഫെയിലിയർ എന്ന് പറയും. ഇനി ഇതിപ്പോൾ ഒരു കീയാന്ന് വിചാരിച്ചോ, ഈ കീയിൽ ഇങ്ങനെ പോവാൻ കേട്ടോ. ഇതുപോലെ തന്നെ എന്നുവെച്ചാൽ പാതി ഹബിലും പാതി ഷാഫ്റ്റിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ക്രഷ് ചെയ്ത് പോകും. ഒരു ഭാഗം ഇങ്ങനെ ക്രഷ് ചെയ്ത് അങ്ങനെ ഫെയിലിയർ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രഷിങ് ഫെയിലിയർ എന്നും പറയും. അപ്പോൾ സ്ലൈഡിങ് ഫെയിലിയർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ഇൻറ്റു പാതി d/2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന എന്ത് കിട്ടും, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് കിട്ടും. ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് കിട്ടും. ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തല്ലേ, അപ്പോൾ ഈ തിക്നെസ് ബൈ 2 ഇൻറ്റു ഈ വിഡ്ത്ത്, തിക്നെസ് ബൈ 2 ഇൻറ്റു ഈ ലെങ്ത്ത് ഇൻറ്റു d/2 ഇൻറ്റു അവിടെ ഉണ്ടാവണ ആ സ്ട്രെസ് സിഗ്മ c. അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവണ ഫെയിലിയറും കിട്ടും. ഇനി ലെങ്ത് ഓഫ് എ കീ ആണ് അടുത്തത്. അതെന്ന് പറയണത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഷാഫ്റ്റിൻ്റെ മെറ്റീരിയലും
കീയുടെ മെറ്റീരിയലും സെയിം ആണെങ്കിൽ നമ്മൾ ലെങ്ത് ഓഫ് എ കീ എന്ന് പറയുന്നത് 1.571 D ആയിരിക്കും.